അപ്പം ഡേ 2 എനിക്ക് ഒട്ടും വയ്യ. ഇന്നലെ വയ്യാണ്ട് നൈറ്റ് ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി രാത്രി മൊത്തം കറങ്ങിയിട്ട് തലയും വറുത്ത് ഉച്ചയ്ക്ക് ഇന്നലെ ഒരു ചൈനീസ് ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി അവിടെ മൊത്തം കയറി ഇറങ്ങി അങ്ങനെ തല മൊത്തം വേർത്തിട്ട് സൗണ്ടും അടഞ്ഞ് തൊണ്ടവേദനയുണ്ട്. അയ്യോ, ഇത് മറ്റേ നൂഡിൽസ് എന്ന് പറഞ്ഞെടുത്തതാ ഈ സാധനം. നൂഡിൽസ് അല്ല, മറ്റേ വെള്ളം ഇതുണ്ടല്ലോ, ഇടിയപ്പം കണക്കിരുന്നപ്പോൾ ഞാൻ ഇന്ത്യൻ ഫുഡ് ആയിരിക്കും. ഇത് മറ്റേ ഫ്രഷാണ് ഇപ്പോഴത്തെ ഇവിടെ. മറ്റേ നമ്മുടെ കേരളത്തിലിപ്പം റീസെൻ്റായിട്ട് ചൈനീസ് ഒരു സാധനമുണ്ട് കൊടുക്കുന്നത്. കേരളത്തിൽ ട്രിവാൻഡ്രത്ത് 2-3 സ്ഥലത്തൊക്കെ ഉള്ളൂ. അതിൻ്റെ ഒറിജിനലാണ് ഗൈസ്. അതിൻ്റെ ഒറിജിനലാണ് ഗൈസ്, ഒറിജിനൽ. ഒറിജിനലായിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ വണ്ടികൾ, ബസ്സുകൾ ഫുള്ളും ഗ്രാഫിക്സ് ആണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ്, എന്നുവെച്ചാൽ ഇവിടുത്തെ ടൂർ ബസ്, ട്രിപ്പൊക്കെ പോകുന്ന വണ്ടി ഇങ്ങനത്തെ. അപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളവിടെ നമ്മുടെ ഡ്രൈവർ അതിൻ്റെ കൂടെ കിളിയുണ്ട്. പക്ഷെ ഇവിടെ ആ സെറ്റപ്പില്ല, കിളിയില്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. വണ്ടി കൺട്രോൾ ചെയ്യുന്ന, സൈഡ് നോക്കാനും തിരിക്കാനും പറക്കാനും എല്ലാത്തിനും. എൻ്റെ കിളി പറന്നുപോയി. ഇവർ എവിടെയെങ്കിലും കൊണ്ടൊക്കെ പാർക്ക് ചെയ്തിട്ട് റിവേഴ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്ന പരിപാടി ഇതാണ്. കാറെടുത്ത് ഒതുക്കിയിടും പോലെയാണ് ഒമ്മര ചെയ്തത്. ഇപ്പം ഇവിടെ മണി 9:40, അതായത് 10 മണി ഏകദേശം ആവാറായി. നാട്ടിലെ ടൈം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു 7-7:30 ആ റേഞ്ചൊക്കെ ആവത്തുള്ളൂ. 2 മണിക്കൂറോ 2.5 മണിക്കൂറോ കണ്ടാണ്. അങ്ങനെ 7-7:30 ആവത്തുള്ളൂ. പക്ഷെ ഇവിടെ ഈ 10 മണിയാണ് അത്യാവശ്യം തിരക്കുകളുണ്ട്. പക്ഷേ എന്താണ്, ഇവിടെ ഒറ്റ വണ്ടിയിൽ ഹോൺ അടിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അത്ഭുതം. ഒറ്റ വണ്ടി ഹോൺ അടിക്കുന്നില്ല. എത്ര തിരക്കാണെങ്കിലും, എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും, എത്ര ബൈ റോഡിൽ ആൾക്കാർ ഇറങ്ങിയാലും അവർക്ക് ടൈം കൊടുത്ത് അവർ പോയതിന് ശേഷം മാത്രമേ ഇവരൊക്കെ പോകത്തുള്ളൂ. മറ്റേ ഇവിടെ അത്യാവശ്യം ബ്ലോക്കാട്ടോ. ഇവിടെ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായിട്ട് പോലും ഇവിടെ ഒരു വണ്ടി ഒരു ഹോണടിക്കുന്ന സൗണ്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ സ്ഥലം, ഭയങ്കര പീസ്ഫുള്ളാണ്. പക്ഷേ ടൗണിലൊക്കെ ചില സമയം നമുക്കിത് ഭ്രാന്താവും. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് ടൗണിലൊക്കെ നമുക്ക് ഇരുന്ന് പീസായിട്ടിരുന്ന് വണ്ടികൾ പോകണ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ വെൽക്കം ഡേ 2 ഇൻ മലേഷ്യ. ഇന്നലെ ഫുള്ള് ഇന്ത്യൻ ഫുഡായിരുന്നു. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് അടിപൊളി ഫുഡ് വന്നു. പക്ഷേ ഇന്ന് രാവിലെ ഇവിടുത്തെ ചൈനീസ് ഐറ്റങ്ങളും പിന്നെന്താണ് ചൈനീസ് അമേരിക്കൻ സാധനങ്ങളും അങ്ങനത്തെ കുറച്ച് കോണ്ടിനെൻ്റലായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസാണ്. അപ്പോൾ രാവിലെ എന്തൊക്കെയോ എന്തൊക്കെയൊക്കെ ലൈറ്റായിട്ട് കഴിച്ചോളൂ. അന്നേരം രാവിലെ വൈകിട്ട് പണി കിട്ടും. എങ്ങനെ സർവൈവ് ചെയ്ത് അറിഞ്ഞൂടാ ഗൈസ്. രാവിലെ ലൂസ് അടിച്ചടാ. He visited together with the local Malay people, just like myself, a Malay, and our indigenous people. He called them Jakun. Yeah. And he went there on his elephant. Yeah. At that time, imagine we don't have car, not yet. Yeah. So
So he went there on an elephant and he noticed that the caves is very, very beautiful. So he wrote it down. Because അപ്പം ആരും റിസ്ക് എടുത്ത് കയറണ്ടെന്നാണ് ഓരും പറയുന്നത്. കയറേണ്ടവർക്ക് കയറി മേലെ കണ്ടിട്ട് when they bring them to Batu Cave and establish like a village for them, they initially wanted to plant coffee, but it was not successful, so they shifted towards rubber because rubber is a very valuable at that time. So Malaya was one of the best producer also for rubber. Yeah, in settlement over there, and initially the cave down there, I mean the temple is just like a thatched roof. All these concrete materials that we're seeing today, all very up to you. If you want more time, I can always give you time, but remember we are, I mean like going up. ഇവിടെ കൂടുതലും കണ്ട വണ്ടി ഇതാണ് കേട്ടോ. ബൈക്കൊക്കെ ചുരുക്കമാണ്, കൂടുതൽ ഇതാണ്. ഇതിൽ എക്സോസ്റ്റൊക്കെ ഒരേപോലെയാണ്. പക്ഷേ ഇതൊരാണും പെണ്ണും കെട്ട സാധനമാണ്. ബൈക്കാണെന്ന് ചോദിച്ചാൽ ബൈക്കാണ്, സ്കൂട്ടറാണെന്ന് ചോദിച്ചാൽ സ്കൂട്ടറാണ്. ചിലതിനൊക്കെ നമ്പർ നോക്ക് ഗൈസ്, റാപ്റ്റർ. ഇത് കണ്ടോ, ഇത് സ്റ്റോക്ക് വണ്ടി, പക്ഷേ സാധനം ലോവറാണ്. ടിക്ടോക്ക് ലൈവ് പോസ്റ്റർ. പമ്പ് സെറ്റപ്പ് അല്ലായിരിക്കും. മോനെ എന്താണോ ആയിട്ടത്? കാർബൺ ഫൈബർ. ഇതാ പോണ മക്കളെ അടുത്ത്. ഗോൾഫ് മക്കളെ സ്പോർട്സ്. Tapi yang bagi kerja dekat saya kan, dia cakap 2,000 Influenced by the elements, the weather. Pay per ride. You choose whichever ride you're taking, and you only pay for that one. If you're only taking like 1-2 rides, you don't have to purchase forever. For the thrill one, about 20 ringgit. So 2 different pricing. എൻ്റെ അമ്മി ഈ സാധനം ചെയ്യണം. പക്ഷേ അങ്ങനെ പറയും. എന്തായാലും ഫുഡ് ഉച്ചക്കത്തെ ഇവിടുന്ന് കഴിക്കണ്ടേ, അപ്പൊ പിന്നെ അല്ലടാ, നമ്മളിങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ സാവധാനം. കണ്ണെടുത്തണ്ട ഒന്നും കാണണ്ട. ഉറങ്ങിയാൽ പെട്ടെന്ന്
അയ്യോ പറയാൻ പറ്റില്ല. ഓ ഇത് നീ നിക്കണ്ട അവിടെ, ഞാൻ ചുമ്മാ പറഞ്ഞേ. ഇതൊരു അടുത്തതാണ് അടുത്ത സ്റ്റേഷൻ. പെട്ടെന്ന് ഇറങ്ങി നിനക്ക് എന്തൊക്കെ അറിയണം? ചുമ്മാ ഇത് മൊത്തം എത്ര കിലോ? ഒരു 10-15 കിലോമീറ്റർ. 10 കിലോമീറ്റർ ആണോ അല്ലേ? നടന്നു കയറാനുള്ള വയ്യുണ്ട്. നടന്നു കയറുമ്പോ നമ്മളൊരു വഴിയാവും. ഇവിടെ അല്ല, ഞാൻ അതിന് സുപ്ര എന്ന് പറഞ്ഞേ. കറങ്ങി വരും ഇല്ലല്ലോ പോയി. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ രാത്രി വന്ന സ്ട്രീറ്റാണ് കേട്ടോ. ചെറുതായിട്ട് അമ്മ ഒന്നായിട്ടടാ. അവിടെ പപ്പി പോലുള്ള സെറ്റപ്പിൽ നടക്കുക. അതാ നിങ്ങൾ നേരത്തെ മുട്ടി കൊടുത്ത സാധനം. കമ്പി തട്ടല്ലോ. ഇവിടെയുള്ള വണ്ടികളെല്ലാം വണ്ടി മോഡിഫൈഡ് ആണ്. പക്ഷെ വണ്ടികൾക്ക് എക്സോസ്റ്റ് ഉണ്ട്. വാലോട്രോണിക്കൊന്നുമല്ല. ഒരു എസ്കേസിൻ്റെ മഫ്ലറുണ്ട്. എസ്കേസിൻ്റെ മഫ്ലറുണ്ട്. എന്നാലും ഭീകര സൗണ്ടായിട്ട് ഞാൻ അങ്ങനെ മനസ്സിലാക്കില്ല. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു സൗണ്ടേ ഉള്ളൂ. പക്ഷെ സാധനം തന്നെയാണ്. ഇറങ്ങി തിരിച്ച് പിന്നെയും നമ്മൾ ഇറങ്ങിയെടുത്തു. അടപ്പറ സൗണ്ട് ഉണ്ട്. മേബി കാണുമായിരിക്കാം. നമ്മൾ കിടക്കുന്ന ഹോട്ടലിൽ
ഉണ്ട് 89 ആയി, 87 ആയി.